ഹലോ എവ്രിവൺ, എജു ഡൊമൈൻ്റെ പുതിയ ഇക്കണോമിക് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു. അതായത് എന്താണ് ഇക്കണോമിക് പ്ലാനിങ്, അതിന്റെ ബേസിക് ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ലോകത്ത് എവിടെയാണ് ആദ്യമായിട്ട് പ്ലാനിങ് എന്ന് പറഞ്ഞ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത്, നാഷണൽ പ്ലാനിങ് തുടങ്ങിയ രാജ്യം ഏതാണ്, ആരാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ആണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പാർട്ടാണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പല ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ VFA ഒക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പാർട്ടാണ് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലാൻഡ് എക്കണോമി മോഡലാണ് ചൂസ് ചെയ്തത്. ഈ ചൂസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു കാരണം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ അന്ന് എന്താണ്, പ്രൈവറ്റ് സെക്ടർ ഭയങ്കര വീക്കാണ്. അവർക്ക് എന്ത് ചെയ്യില്ല, വലിയ പ്രൊഡക്ഷൻ പ്രോസസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് എക്കണോമിയാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു എക്കണോമിയെ പുൾ ഓഫ് ചെയ്യല്ല, ആ ഒരു കപ്പാസിറ്റി അന്ന് വീക്ക്, പിന്നെ അന്നുള്ള പ്രൈവറ്റ് സെക്ടറിന് ഉണ്ടായില്ല. പിന്നെ റീസൺ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എന്താണ്, ഒരുപാട് ഫുഡ്, അഗ്രികൾച്ചറൽ ആയിട്ട് ഒരുപാട് പിന്നെ തകർന്ന് കിടക്കുന്നു. അപ്പോൾ അന്ന് ഫുഡ് ഷോർട്ടേജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഗവൺമെന്റിന്റെ വലിയൊരു ഇന്റർവെൻഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോവർട്ടി വളരെ അധികമായിരുന്നു, നല്ല പോവർട്ടി ഉണ്ടായിരുന്നു. കാരണം അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഗവൺമെന്റ് ഒരു ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയെ ഒരു പ്ലാൻഡ് എക്കണോമി മോഡൽ അഡാപ്റ്റ് ചെയ്യാൻ. ഡൊമസ്റ്റിക് ആയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലോബലി നമ്മൾ അതിന്റെ ഒരു റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 1928 എന്ത് ചെയ്തു, ലോകത്ത് വലിയൊരു സാമ്പത്തിക മാന്ദ്യം പിടിപെട്ടു. ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ അന്നുണ്ടായിരുന്ന മാർക്കറ്റ് എക്കണോമികളൊക്കെ തകർന്നു. ഒരുവിധമുള്ള മാർക്കറ്റ് എക്കണോമികളെല്ലാം തകർന്നു. അന്ന് ഈ സാമ്പത്തിക മാന്ദ്യം തീരെ ബാധിക്കാത്ത ഒരു രാജ്യമായിരുന്നു USSR, ഇന്നത്തെ റഷ്യ എന്ന് പറയുന്നത്. കാരണം 1928 ആ രാജ്യത്ത് എന്ത് തുടങ്ങി, 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തുടങ്ങി. അത് കുറച്ചും കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് മോഡലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യില്ല, അവിടെ ആ സാമ്പത്തിക മാന്ദ്യം ബാധിക്കായിരുന്നത്. അപ്പൊ ഈ ഗ്ലോബലി ഈ റീസൺ കൊണ്ടും ആണ് ഇന്ത്യ ഒരു പ്ലാൻഡ് എക്കണോമിക് മോഡലിലോട്ട് മാറിയത്. പിന്നെ റീസൺ പറയുകയാണെങ്കിൽ, അന്ന് ആദ്യകാല ഇന്ത്യൻ നേതാക്കന്മാർ കുറച്ചും കൂടി സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരാണ് എന്ന് പറയാം. അതും ഇന്ത്യൻ പ്ലാൻഡ് എക്കണോമി മോഡലിലോട്ട് മാറാൻ റീസൺ ആയിട്ടുണ്ട്. കാരണം അന്ന് ലോകത്തുണ്ടായിരുന്ന പ്രധാന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു ഇത് റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ റഷ്യയിൽ ആ മോഡൽ നമ്മൾ അതുപോലെ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു, ഒരു പ്ലാൻഡ് എക്കണോമിക് മോഡലാണ് ചൂസ് ചെയ്ത്. പ്ലാൻഡ് എക്കണോമിക് മോഡൽ എന്ന് പറയുമ്പോൾ USSR ഉണ്ടായിരുന്ന അതേപോലത്തുള്ള ഒരു 5 ഇയർ പ്ലാൻ മോഡലാണ് ഇന്ത്യ ചൂസ് ചെയ്തത്. ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, അന്ന് ലോകത്ത് ഈ 5 ഇയർ പ്ലാൻ ആകെ ഓടിയിരുന്നത് USSR അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യയിലായിരുന്നു. അവിടുത്തെ ഒരു സക്സസ്ഫുൾ പിന്നെ റണ്ണിങ് ആയിരുന്നു ഈ 5 ഇയർ പ്ലാൻ എന്നുള്ളത്. അതൊരു മേജർ റീസൺ ആയിട്ട് പറയാം. ഡൊമസ്റ്റിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസും പറയാവുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യ ഒരു 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന രീതിയിലോട്ട് മാറിയത്. ഇതല്ലാതെ വേറെയും കുറെ ഈവന്റുകൾ, വേറെയും കുറെ വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഒരു 5 ഇയർ അല്ലെങ്കിൽ ഇന്ത്യ പ്ലാന്റ് എക്കണോമി മോഡലിലോട്ട് മാറാൻ കാരണമായിട്ടുണ്ട്. അതിലെ ഒരു ഫസ്റ്റ് വ്യക്തിയാണ് വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ് ഈ വ്യക്തിയെ അറിയപ്പെടുന്നത്. അത് അറിയപ്പെടാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്ന ഒരാളാണ് ആര്, വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന് 1934 അദ്ദേഹം ഈ ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നത്. ആ 1934 അദ്ദേഹം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ബുക്കാണ് ദ പ്ലാൻഡ് ഇക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയും. ഈ ഒരു ബുക്കിലാണ് അദ്ദേഹം പറയും, ഇന്ത്യക്ക് എന്താണ്, ഒരു പ്ലാൻഡ് എക്കണോമിയാണ് ആവശ്യം. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ ആരുടെ ഇന്റർവെൻഷൻ ആവശ്യമാണ്, ഒരു ഗവൺമെന്റൽ ഇന്റർവെൻഷൻ ആവശ്യമാണ്. ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഇന്ത്യക്ക് ഒരു
പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാൻ അനുസരിച്ചായിരിക്കും ഇന്ത്യൻ എക്കണോമിയിലെ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താ, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രൊമിനന്റ് സിവിൽ എഞ്ചിനീയർ ആണ് ആര്, എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. പ്രൊമിനന്റ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന മൈക്കർ ഓഫ് മോഡേൺ മൈസൂർ എന്ന് നമ്മൾ കാണുന്ന ഒരു മൈസൂരിന്റെ ഒരു മൈക്കറാണ് ആര്, ഈ ഒരു എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈസൂരിന്റെ എക്സ് ദിവാനും കൂടിയാണ്. അപ്പൊ ഇദ്ദേഹം ആദ്യകാലങ്ങളിലെ ഒരു പ്രൊമിനന്റ് സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 ആണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ ദിവസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന ഒരു 10-year പ്ലാനാണ്. അതായത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 5-year പ്ലാനാണ്. ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു 10-year ലോങ് ടൈം പ്ലാനാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 10-year പ്ലാനിൽ ഇദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രിക്കാണ്. അത് വലിയ വലിയ വ്യവസായങ്ങൾക്കാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ വലിയ ഇൻഡസ്ട്രീസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് പ്രോഡക്ഷൻ നടക്കും. പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ജോലികൾ ജനറേറ്റ് ചെയ്യും, ആളുകളുടെ പിന്നെ ഇൻകം കൂടും. അതുപോലെ തന്നെ ഇങ്ങനെ വലിയ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ഒരു 10 വർഷം കൊണ്ട് ഇന്ത്യയുടെ നാഷണൽ ഇൻകം ഡബിൾ ആവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു 10 വർഷത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് എന്താണ്, ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഇന്ത്യൻ ഇക്കണോമിക്സ് മോഡലാണ്. അതായത് ഇന്ത്യയിൽ എന്താണ്, ഒരു മിക്സ്ഡ് ഇക്കണോമിയാണ്. മിക്സ്ഡ് ഇക്കണോമി എന്ന് പറയുമ്പോൾ ഗവൺമെന്റും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ എക്കണോമിയിലെ പ്രധാന തീരുമാനങ്ങൾ ആരെടുക്കും, ഗവൺമെന്റ് എടുക്കും. പ്രധാന പോളിസികൾ, പ്രധാന പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാമുകൾക്കും പോളിസികൾക്കും അലൈൻ ചെയ്തിട്ട് ആര് പോകും, ഈ പ്രൈവറ്റ് സെക്ടേഴ്സ് പോകും. പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻസ് ഒക്കെ ഗവൺമെന്റ് ചെയ്യും, അല്ലാത്ത പ്രൊഡക്ഷൻസ് ഒക്കെ പ്രൈവറ്റ് സെക്ടേഴ്സ് പോകും. ഈ പ്രൈവറ്റ് സെക്ടേഴ്സും ഗവൺമെന്റും എക്കണോമിയിൽ ഒരേപോലെ പ്രവർത്തിക്കുന്ന അവരുടെ എക്കണോമിക് മോഡലിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഈ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന കോൺസെപ്റ്റ് ആണ് പ്രധാനമായിട്ടും ഇദ്ദേഹം വെച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പ്ലാൻഡ് എക്കണോമി വേണമെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതേ വർഷം 1934 തന്നെ ഇന്ത്യയിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രധാന ക്യാപിറ്റലിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഫിക്കി. ഫിക്കിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. ഈ ഇത് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്ന പ്രധാന വലിയ ക്യാപിറ്റലിസ്റ്റുകളുണ്ട്, അവരുടെ ഒരു ലീഡിംഗ് ഓർഗനൈസേഷൻ ആണ് എന്ത്, ഈ ഫിക്കി അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇവരെന്ത് പറഞ്ഞു, ഇവരൊരു പ്ലാൻ കൊണ്ടുവന്നു. ആ പ്ലാൻ ഇവർ പറയുന്നത് ഇന്ത്യക്ക് എന്താണ്, ഒരു പ്ലാൻഡ് ഇക്കണോമിയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ എക്കണോമിയിൽ നന്നായിട്ട് വേണം. കാരണം ഇവർ കൊണ്ടുവരുന്ന ഈ പ്ലാന്റ് ഇയർ എന്ന് പറയുന്നത് 1934 ആണ്. 1934 ഇവർ ഈ പ്ലാൻ കൊണ്ടുവരുന്നത്. അന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്ത് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കുന്നുണ്ട്. 1928 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ അന്ന് ലോകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തകരുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഒരു സ്ട്രോങ് ഇന്റർവെൻഷൻ വേണമെന്ന് അവർ വിശ്വസിക്കുന്നത്. അത് ഇന്ത്യയിൽ അന്നത്തെ വലിയ ക്യാപിറ്റലിസ്റ്റുകളൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ അന്ന് എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം. ഈ ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്ലാൻ രൂപീകരിക്കണം. ആ പ്ലാൻ എന്ത് ചെയ്യണം, എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ഇന്ത്യൻ ഗ്രോത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ ആയിരുന്നു ഈ ഫിക്കി പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഇവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പ്രപ്പോസലാണ് എന്ത്, ഇന്ത്യക്ക് ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വേണം എന്ന് പറയുന്നത്. ഈ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്ലാൻ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും, അത് വളരെ എഫക്റ്റീവായി കോർഡിനേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വളരെ നന്നായിട്ട് ഇന്ത്യയിലെ എക്കണോമികൾ പ്രവർത്തിക്കും. അത് ഇന്ത്യയുടെ GDP ഗ്രോത്തിലോട്ട് നയിക്കും എന്നാണ് ഇവർ
പറയുന്നത്. അപ്പൊ 1934 ഫിക്കി പ്രപ്പോസൽ എന്ന് പറയുന്നത് ഇതാണ്. ഫിക്കി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പഠിക്കാം. ഈ ഫിക്കിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. രണ്ട് വ്യക്തികളാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫൗണ്ടറായിട്ട് പറയുന്നത് ഒന്ന് GD ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്. ഈ രണ്ട് വ്യക്തികളാണ് ഫിക്കി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. ഇന്ത്യയിലെ അന്നത്തെ ലീഡിംഗ് ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു ഓർഗനൈസേഷനാണ് ഈ ഫിക്കി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഈവന്റ് ഒന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാണ് കോൺഗ്രസ് പ്ലാൻ. 1934 വിശ്വേശ്വരയ്യ ഒരു പ്ലാൻ വെക്കുന്നു, ഫിക്കി ഒരു പ്ലാൻ വെക്കുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പ്ലാന്റ് എക്കണോമി വേണമെന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് കോൺഗ്രസും അതിനൊരു സ്റ്റെപ്പ് വെച്ചു. 1938 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു, ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പ്ലാൻഡ് എക്കണോമി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച്. വർഷം നിങ്ങൾ ആലോചിക്കാം, 1938. ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹമാണ് ഇങ്ങനെ കമ്മിറ്റി രൂപീകരിക്കുന്നത്. അങ്ങനെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഈ കമ്മിറ്റിയെ ചെയർമാനായിട്ട് നിയോഗിച്ച് ജവഹർലാൽ നെഹ്റുവിനെയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് രൂപീകരിച്ച്. ടോട്ടൽ 15 മെമ്പേഴ്സ് ആണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഈ കമ്മിറ്റിക്ക് ഒരുപാട് സബ് കമ്മിറ്റികൾ ഉണ്ടാകും. ഏകദേശം 29 സബ് കമ്മിറ്റികൾ ഉണ്ടാകും. ഈ 29 സബ് കമ്മിറ്റികളിൽ ഏകദേശം 350ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 350ഓളം മെമ്പേഴ്സുകൾ ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി എന്ത് ചെയ്യും, ഇന്ത്യ ഒരു പ്ലാന്റ് എക്കണോമി ആവുന്നത് എങ്ങനെ എന്നുള്ളത് സ്റ്റഡി ചെയ്തു. അങ്ങനെ 1938 രൂപീകരിച്ച ഈ ഒരു കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ് 1949 ഏകദേശം 11 വർഷമെടുത്തു. ഈ 11 വർഷമെടുക്കാൻ പല കാരണങ്ങളുണ്ടാകും. കാരണം 1938 ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ 1939 സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഇന്ത്യ ആ വേൾഡ് വാറിൽ പിന്നെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കണം. ക്വിറ്റ് ഇന്ത്യ സമരങ്ങളിൽ ലീഡിംഗ് ആയിട്ട് എല്ലാ നേതാക്കന്മാരെയും ഇൻക്ലൂഡിങ് ജവഹർലാൽ നെഹ്റുവിനെ വരെ എന്ത് ചെയ്യും, ജയിലടക്കുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത്. ഈ റിപ്പോർട്ട് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഇന്ത്യൻ ഇക്കണോമിയിൽ ആരുടെ ഒരു അപ്പർ ഹാൻഡ് വേണം, ഗവൺമെന്റ് അപ്പർ ഹാൻഡ് വേണം. പ്രധാനമായിട്ടും ഈ പ്ലാനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ. കാരണം ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ആകുമ്പോഴാണ് ബാക്കിയുള്ള സെക്ടേഴ്സുകൾ ഡെവലപ്പ് ആവുന്നത്. കാരണം ഈ ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യന് എക്കണോമിക് ആവശ്യമായിട്ടുള്ള മെഷീനറികൾ ഇന്ത്യന് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലെ ബാക്കിയുള്ള സെക്ടേഴ്സുകളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസുകളെല്ലാം ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള സെക്ടേഴ്സ്, ഇപ്പൊ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, സർവീസ് സെക്ടേഴ്സ് ആയിക്കോട്ടെ, എല്ലാം എന്ത് ചെയ്യും, കുറച്ചും കൂടി മോഡേണൈസ് ആവുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ മോഡേണൈസേഷൻ ആണ്. പിന്നെ ലാൻഡ് റിഫോംസ് ആണ്. അന്ന് ആ കാലഘട്ടത്തിൽ എന്താണ്, ജന്മി കുടിയേറ്റ വ്യവസ്ഥയായിരുന്നു. അപ്പൊ ജന്മികളുടെ കയ്യിൽ ഒരുവിധമുള്ള ലാൻഡുകളെല്ലാം, അപ്പൊ അവിടെ ലാൻഡ് റിഫോംസും ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ആവശ്യമാണ്. അപ്പൊ അതും പ്ലാനിങ്ങിന്റെ ഭാഗമാക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട ഈ ഒരു റെക്കമെൻഡേഷൻസ് ആണ് ഈ ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. അപ്പൊ കോൺഗ്രസ് പ്ലാനും ഇന്ത്യൻ പ്ലാന്റ് എക്കണോമി ആവുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1944 ബോംബെ പ്ലാൻ കൊണ്ടുവന്നു. ഈ ബോംബെ പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കട്ടെ, ഇന്ത്യയുടെ ബോംബെ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ എന്താണ്, ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാന ഇൻഡസ്ട്രിയലിസ്റ്റുകളും എല്ലാം എവിടുന്നാണ് വന്നിട്ടുള്ളത്, ബോംബെ എന്നാണ്. അപ്പൊ ഈ ബോംബെ പ്ലാൻ ഉണ്ടാക്കിയതായിരിക്കും അന്ന് ഇന്ത്യയിലുള്ള പ്രധാന ക്യാപിറ്റലിസ്റ്റുകളാണ് ഇന്ത്യയുടെ ഇങ്ങനെ ഒരു ബോംബെ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ബോംബെ പ്ലാൻ ഇപ്പൊ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ആ ഒരു പ്ലാന്റെ പേര് എന്ന് പറയുന്നത്. ഈ പ്ലാൻ എക്സാക്ട്ലി കോൺഗ്രസ് പ്ലാനുമായിട്ട് അലൈൻ ചെയ്ത്, കോൺഗ്രസ് പ്ലാൻ പറയുന്ന അതേ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയാസ് പറയുന്ന എക്സാക്ട് പ്ലാൻ ആയിരുന്നു ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അത് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞ് ഈ ബോംബെ പ്ലാൻ ഉണ്ടാക്കുന്നത് ഭാഗമായിട്ട് പല വ്യക്തികളും ഇന്ത്യന്റെ ഭാഗമായിരുന്നു, കോൺഗ്രസ് പ്ലാന്റെ ഭാഗമായിരുന്നു. കാരണം ഈ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിക്ക് ഏകദേശം 29 സബ് കമ്മിറ്റികൾ ഉണ്ടാകും. ഈ 29 സബ് കമ്മിറ്റികളിലെ പല കമ്മിറ്റികളിലും എന്താണ്, ഈ
നമ്മൾ ഈ പറയുന്ന ബോംബെ പ്ലാന്റെ ഭാഗമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകളുണ്ട്. ഈ ക്യാപിറ്റലിസ്റ്റുകൾ ആ പ്ലാന്റെ ഭാഗമുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നതിലും പറയുന്നത്. ഇന്ത്യക്ക് ഹെവി ഇൻഡസ്ട്രീസ് വേണം, അഗ്രികൾച്ചർ മോഡേണൈസ് ചെയ്യണം, ഗവൺമെന്റ് ഇന്റർവെൻഷൻ വേണം എന്നാണ് ഇവരും പറയുന്നത്. അങ്ങനെ ഈ ബോംബെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ള 8 പ്രധാന ക്യാപിറ്റലിസ്റ്റുകളെ നമ്മൾ നോക്കാം. അതിലൊന്നാണ് പുരുഷോത്തം ദാസ് താക്കൂർദാസ്, JRD ടാറ്റ, GD ബിർള, ലാല ശ്രീരാം, കസ്തൂർബായ് ലാൽബായ്, AD സ്ട്രോഫ്, അർദ്ദേശ്വർ ദലാൽ, ജോൺ മത്തായി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്ലാൻ പബ്ലിഷ് ചെയ്ത് 1944-45 ആ വർഷത്തിലാണ്. പിന്നെ ഈ ജോൺ മത്തായി നോക്കാൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ അംഗമായിട്ടുള്ള വ്യക്തിയാണ് ജോൺ മത്തായി എന്ന് പറയുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തി എന്താ പ്രധാനം നോട്ട് ചെയ്ത് വെക്കുക. ഇനി 1944 തന്നെ അടുത്തൊരു പ്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഗാന്ധിയൻ പ്ലാൻ. അതായത് ഗാന്ധി പറഞ്ഞ ഐഡിയോളജിയുമായി അലൈൻ ചെയ്ത് നിൽക്കുന്ന പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് പബ്ലിഷ് ആയത് 1944 ഇത് ഫോർമുലേറ്റ് ചെയ്ത് അന്നത്തെ പ്രധാനപ്പെട്ട ഗാന്ധിയനായിട്ടുള്ള SN അഗർവാൾ ആണ് ഈ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് ഗാന്ധി എന്ത് കാര്യമാണ് മുന്നോട്ട് വെച്ചത്? വില്ലേജ് ഡെവലപ്മെന്റ് ആണ്. കാരണം അദ്ദേഹം പറയുന്നത് വില്ലേജിലാണ് ഇന്ത്യയുടെ ഒരു സോൾ അല്ലെങ്കിൽ ആത്മാവ് ഇരിക്കുന്നത് എന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വില്ലേജ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ വില്ലേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ വില്ലേജ് പ്രധാനമായിട്ട് നടക്കുന്ന ജോലികൾ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തായിരിക്കും? ഒന്ന് അഗ്രികൾച്ചർ, രണ്ട് സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കോട്ടേജ് ആൻഡ് വില്ലേജ് ലെവൽ ഇൻഡസ്ട്രീസ്. ഈ രണ്ട് കാര്യങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പ്ലാനാണ് ഈ ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് എക്കണോമിക് സ്ട്രക്ചർ ആണ്. കാരണം ഒരു സെൻട്രലൈസ്ഡ് എക്കണോമിക് സ്ട്രക്ചറിനെ എതിർത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗാന്ധി എന്ന് പറയുന്നത്. കാരണം ഒരു നാഷണൽ ലെവൽ ഗവൺമെന്റോ അല്ലെങ്കിൽ നാഷണൽ ലെവൽ അതോറിറ്റി ഇന്ത്യക്ക് മൊത്തം ഒരു പ്ലാൻ ഉണ്ടാക്കി എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനോട് എതിർത്ത ഒരാളാണ്. കാരണം ഇന്ത്യ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, ജോഗ്രഫിക്കലായിട്ടുണ്ട്, കൾച്ചറലി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരുപാട് ഡിഫറൻസ് ഉള്ള രാജ്യമാണ്. അപ്പോൾ ഒരു സിംഗിൾ അതോറിറ്റി ഇന്ത്യക്ക് മൊത്തം ഒരു പ്ലാൻ രൂപീകരിക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഡീസെൻട്രലൈസ്ഡ് എക്കണോമിക് സ്ട്രക്ചർ ആണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്ന വില്ലേജ് ലെവൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ വില്ലേജ് എന്ന ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ടാവും. അപ്പോൾ റീജിയണൽ കമ്മിറ്റികൾ രൂപീകരിക്കുക, ആ റീജിയൻ കമ്മിറ്റി ആ റീജിയൻ അനുസരിച്ചുള്ള പ്ലാൻ രൂപീകരിക്കുക. അതായത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ് ഈ ഗാന്ധിയൻ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി അടുത്താണ് പീപ്പിൾസ് പ്ലാൻ. ഈ പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്താ? ജനങ്ങളുടെ ഒരു പ്ലാൻ എന്ന് നമുക്ക് പറയാം. ജനങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ ധാര ഉണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താണ് ജനങ്ങളുടെ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആരാണ് ഓർമ്മ ചെയ്യുക? നമുക്ക് അധികം ഓർമ്മ ചെയ്യുക CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ജനങ്ങളുടെ പാർട്ടി എന്നൊക്കെ ഓർമ്മ വരിക. അപ്പൊ ഈ ഒരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ആ സമയത്തെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. അതാണ് MN റോയ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ ഒരു പ്ലാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് 1945 എന്ത് ചെയ്യുന്നത്? ഈ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത്. ഈ പ്ലാന്റെ പ്രധാന ഐഡിയോളജി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലാനാണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ആൻഡ് കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെയാണ് പ്രധാനം കൊടുക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട ബേസ് ആയിട്ടുള്ള ആളുകളെ ബേസ് ആവശ്യങ്ങളെ നിറവേറ്റിക്കൊണ്ടിട്ടുള്ള ഒരു പ്ലാൻ. അതായത് അഗ്രികൾച്ചറും കൺസ്യൂമർ ഇൻഡസ്ട്രീസും, ഹെവി ഇൻഡസ്ട്രീസ് അല്ല, കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെയാണ് ഈ ഒരു പ്ലാന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ MN റോയ് ആണ്, അദ്ദേഹം പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. മാർക്സിസ്റ്റ് ഐഡിയോളജി ബേസ് ചെയ്തിട്ടാണ് പീപ്പിൾസ് പ്ലാൻ വന്നിട്ടുള്ളത്. ഇനിയുള്ളതാണ് സർവോദയ പ്ലാൻ എന്ന് പറഞ്ഞത്. 1915 എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതും ഗാന്ധിയൻ ഐഡിയോളജിനെ ഇൻസ്പയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലാനാണ് ഇത്, ഈ സർവോദയ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഫോർമുലേറ്റ് ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായൺ എന്ന് പറയുന്നത്. അത് ഗാന്ധിയൻ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ഗാന്ധിയൻ പ്ലാനുമായി ബന്ധപ്പെട്ട് അതുമായി അലൈൻ ചെയ്ത് നിൽക്കുന്നതാണ്. ഇദ്ദേഹം പ്രധാനമായിട്ടും വെക്കുന്നത് ഒരു
കമ്മ്യൂണിറ്റി വർക്കാണ്. അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഒരു കോമൺ പ്രോപ്പർട്ടീന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലൊന്നാണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നാട്ടിൽ വലിയൊരു ജന്മി ഉണ്ടെങ്കിൽ ആ ജന്മിയുടെ ആ ജന്മിയുടെ ടോട്ടൽ റിസോഴ്സുകൾ ഉണ്ടാവും. ആ റിസോഴ്സുകൾക്ക് എന്ത് ചെയ്യുക, റിസോഴ്സിനെ കോമൺ റിസോഴ്സ് ആക്കി മാറ്റി അതിന് ട്രസ്റ്റ് വെക്കുക. ആ ട്രസ്റ്റ് എന്ത് ചെയ്യണം, ആ റിസോഴ്സ് ഇപ്പൊ ലാൻഡ് എന്തോ ആയിക്കോട്ടെ അത് റൺ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ കൊടുക്കുക. അത് ഒരു ട്രസ്റ്റ് പോലത്തെ ഒരു പരിപാടി, ആ ട്രസ്റ്റിഷിപ്പ്. അതുപോലെ കമ്മ്യൂണിറ്റി വർക്ക്, അത് പ്രൈവറ്റ് ഇല്ല, അവിടുത്തെ ലാൻഡ് എല്ലാവരും ഒരുപോലെ നോക്കി അതിനുള്ള ബെനിഫിറ്റ് എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലാതെ ഒരു കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഐഡിയോളജിയാണ് ഈ ഈ സർവോദയ പ്ലാനിലൂടെ വെക്കുന്നത്. പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അഗ്രികൾച്ചറിനാണ്, കോട്ടേജ് ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഗാന്ധി ഐഡിയോളജിയാണ്. ഗാന്ധി ഐഡിയോളജി എന്ന് പറയുമ്പോൾ വില്ലേജുകൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അഗ്രികൾച്ചർ, കോട്ടേജ് ഇൻഡസ്ട്രി, സെൽഫ് റിലയൻസ് വില്ലേജുകൾ, സ്വയം പര്യാപ്ത എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്ലാൻ. ഈ പ്ലാനുകളാണ് ഇന്ത്യയുടെ ഇന്ത്യക്ക് ഒരു എക്കണോമിക് അല്ലെങ്കിൽ പ്ലാൻഡ് എക്കണോമി ആക്കണം എന്ന് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് സ്വാധീനിച്ചിട്ടുള്ള പ്ലാനുകൾ എന്ന് പറയും. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കുറച്ച് ഇനീഷ്യേറ്റീവുകൾ ഉണ്ടായിരുന്നു, അതും ഇന്ത്യയെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പ്ലാൻഡ് എക്കണോമി അഡപ്റ്റ് ചെയ്തത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി എന്ന് പറയാം. അതായത് 1939 സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നു. അപ്പൊ ആ വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ സെക്ടേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, തകർന്നിട്ടുണ്ടാകും. അപ്പൊ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് പ്ലാനുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്ലാന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയായിരുന്നു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി. ഇവരുടെ ആക്ടിവിറ്റീസും എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ ഒരു പ്ലാൻഡ് എക്കണോമി ആക്കണം എന്നുള്ളതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓൺ എക്കണോമിക്സ് ആണ്. അതായത് ഇന്ത്യയിലെ പല പ്രൊവിൻസുകളും എങ്ങനെ ഒരു പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതിനെ പറ്റി പഠിക്കാനും മറ്റു ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓഫ് എക്കണോമിക്സ്. 1941 പിന്നെ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, പ്ലാനിങ്ങിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ അന്നത്തെ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. 1944 ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വൈസ്രോയി എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ സെപ്പറേറ്റ് മെമ്പറിനെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അണ്ടറിലാണ് എന്ത് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്ത് അർദ്ധേശീയ ദലാൽ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഈ ആക്റ്റീവ് മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1946 ഇത് അബോളിഷും ചെയ്തിട്ടുണ്ട്. പിന്നുള്ളതാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. അതായത് ഈ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്ലാനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്ലാനുകൾ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ബോർഡാണ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തത് 1946 ഒക്ടോബറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇത്രയും ഈവന്റുകൾ നടന്നിട്ടുണ്ട്. ഇത്രയും ഈവന്റുകളുടെ ഇൻഫ്ലുവൻസും പിന്നെ ആ ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ആ ഡിപ്രഷനും USSRലെ 5 ഇയർ പ്ലാനിന്റെ സക്സസും ഒക്കെയാണ് ഇന്ത്യയിൽ പ്ലാൻഡ് എക്കണോമി ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു, നമ്മൾ പല പ്ലാനുകൾ പറഞ്ഞു. സർവോദയ പ്ലാൻ പറഞ്ഞു, പീപ്പിൾസ് പ്ലാൻ പറഞ്ഞു, കോൺഗ്രസ് പ്ലാൻ പറഞ്ഞു, അങ്ങനെ വിശിഷ്ട പ്ലാൻ പറഞ്ഞു. ഈ പ്ലാനുകളൊക്കെ ഏത് വർഷത്തിലാണ് വന്നത് എന്നുള്ള പഠിക്കാം. കാരണം ചില സമയത്ത് ക്രോണോളജി ചോദിക്കും, ആദ്യം ഏത് വന്നു, സെക്കൻഡ് ഏത് വന്നു, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ഓരോ പ്ലാനുകളിൽ ഭാഗമായിട്ട് പ്രധാന വ്യക്തികൾ, ഇപ്പൊ ബോംബെ പ്ലാനാണ്, ബോംബെ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള പ്രധാന ക്യാപിറ്റലിസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതുപോലെ പീപ്പിൾസ് പ്ലാൻ എന്താണ് കൊണ്ടുവന്ന് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. കുറച്ചും കൂടി ഈസിയാണ്, കുറച്ച് പഠിക്കാനുള്ളൂ. പക്ഷെ വളരെ സിമ്പിൾ ആണ്. ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഏരിയ വൃത്തിക്ക് പഠിക്കുക. ഇന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ മാർക്ക് കളയാതെ നോക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 5 ഇയർ പ്ലാനുകളാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.